അങ്ങനെ അതിനെ മറക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെ അറിഞ്ഞില്ലെങ്കിൽ, അത് നമ്മുടെ ദേഹത്ത് പൊട്ടിക്കിടക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, അത് ഞങ്ങളുടെ ചോരം കുടിക്കുകയും നിങ്ങളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു സംഭവമായിട്ട് മാറും. അത് തന്നെയാണ് ഈ കഥയുടെ ഒരു ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത് ഒരു നമുക്ക് ചുറ്റുപറ്റി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ അതിൽ ആരാണ് നമ്മളെ വിശ്വസിക്കാവുന്നവർ, ആരാണ് നല്ലവർ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ കൂടെ ഉണ്ടാവും, പഴകും, ചിരിക്കും. പക്ഷെ നിങ്ങൾ ചോര കുടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവാം. നിങ്ങളത് അറിയുന്നില്ലെങ്കിൽ നിങ്ങളെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നപ്പെടും. പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റിയാൽ രക്ഷപ്പെടും. സല്യൂട്ട്. നിങ്ങളുടെ സിനിമകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അനാമോർഫിക് ലെൻസ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. കാരണം ഞങ്ങൾ സിനിമ കാണുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു ആക്ഷൻ പടം എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുതിയ ടീമാണ്, പക്ഷെ ഒരു പുതിയൊരു മേക്കിംഗ് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാഴ്ചയിൽ കാണും. നിങ്ങൾ എടുക്കുന്ന പൈസക്കൊരു വിഷ്വൽ ബ്യൂട്ടി, ഒരു വിഷ്വൽ ട്രീറ്റ്, ഒരു പുതിയ ഒരു പരീക്ഷണം നമ്മൾ ഈ മേക്കിങ്ങിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചിത്രം സിനിമ തിയേറ്ററിൽ വന്ന് കാണുക. കാരണം ഞങ്ങളെപ്പോലുള്ള പുതിയ പ്രൊഡക്ഷൻ കമ്പനി ആയിക്കോട്ടെ, പുതിയ മുഖങ്ങളായിക്കോട്ടെ, നിസാമൊക്കെ അസാധ്യ കലാകാരനാണ്. മെമിക്രിയും അതൊക്കെ ആയിട്ട്, സിംഗിങ്ങൊക്കെ ആയിട്ട് ഒരുപാട് വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാവരും ഒരുപാട് സ്വപ്നം അഭിനയിക്കാനുള്ള സാൻഡ്യൊക്കെ ഈ കുട്ടിയൊക്കെ ഇവിടെ ഒരുപാട് കാലമായി മേഖലയിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഉദ്ദേശവും പുതിയ ഫേസസിനെ കൊണ്ടുവരിക, പുതിയ റൈറ്റേഴ്സ്, അതുപോലുള്ള പുതിയ പ്രൊജക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. നിങ്ങളുടെ സിനിമ മാർച്ച് 14-ന് 4 ഭാഷകളിൽ, 3 ഭാഷകളിൽ നിങ്ങൾ ഡബ് ചെയ്ത്, മലയാളം, തമിഴ്, തെലുങ്ക്, ഈ 3 ഭാഷയിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ മുഴുവൻ റിലീസുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ കാണണം. മാർച്ച് 14-ന് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു. അനുപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടി നമ്മൾ ചെയ്തു വന്ന ഒരു സിനിമയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വരാൻ പോകുന്നത്. 14-ാം തീയതി നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവിയാണിത്, ഫസ്റ്റ് ആക്ഷൻ മൂവിയാണ്. ഞാനൊന്നും ഫൈറ്റ് എന്താന്ന് പോലെ വീട്ടിലിങ്ങനെ ചുമ്മാ തിരിഞ്ഞു പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഫൈറ്റൊന്നും ചെയ്ത് എനിക്ക് ഒരു ശീലവും ഉണ്ടായിരുന്നില്ല. പക്ഷെ എവിടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ ബുക്ക് ഓഫ് സിനിമ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെ അതിന് തന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയായിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ SFC ആർട്സ് ആൻഡ് കമ്പനിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ടെക്നിക്കൽ വൈസ് നല്ല സൗണ്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് തള്ളാണെന്ന് വിചാരിക്കും. എന്നാലും സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഞങ്ങൾ രജനി സാറിന് ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഷരീഫ് മാസ്റ്ററെ കൊണ്ടാണ് ഡാൻസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് സിനിമകൾ തമിഴിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ മണി എന്ന് പറഞ്ഞൊരു സ്റ്റണ്ട് മാസ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ആർട്ട് ദൃശ്യത്തിന്റെ രാജീവ് കോവിലകമാണ്, അദ്ദേഹമാണ് നമ്മുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. എൽ മുരളിയുടെ വിതുര അല്ലെ, പ്രദീപാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അശോകൻ ചേട്ടനാണ്, അന്ന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു റഫീഖ് അഹമ്മദ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ പുതിയ ആളുകളാണ് എന്നതിൽ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കുറച്ചുകൂടെ വലിയ രീതിയിൽ തന്നെയാണ് നമ്മളിതിനെ എന്താ പറയുക, അതിനെ കണ്ടിട്ടുള്ളത്, അതിനെ ചെയ്തിട്ടുള്ളത്. ഇനി ഈ സിനിമ കാണുകയും അതിനെക്കുറിച്ച് എഴുതുകയും ഞങ്ങൾക്കുള്ള പുതിയ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഞാനും ഒരു 5-6-7-8 സിനിമ ചെയ്തിട്ടുണ്ട്. ചെറുതും ചെറിയ പാസിംഗ് ഷോട്ടുകളും അതുപോലെ വെള്ളത്തിൽ ഒക്കെ കുറച്ച് ചെറിയ 1-2 സീനുകളൊക്കെ ആയിട്ട് ഡയലോഗ് പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയാണ് ഒരു ക്യാരക്ടറിന് ഒരു പേരിട്ട് അത് ത്രൂ ഔട്ട് സിനിമ കൊണ്ടുപോകുന്ന ക്യാരക്ടർ കിട്ടിയിട്ടുള്ളൊരു സിനിമ. സത്യത്തിൽ ഞാനാണതിൽ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ട്വിസ്റ്റുകളൊക്കെ സംഭവിപ്പിക്കുന്നതും ഈ സിനിമ സംഭവിക്കുന്നതും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് പോകുന്നതും ഞാൻ വഴിയാണ്.
വളരെയധികം ആഗ്രഹത്തോടുകൂടിയായിരുന്നു ഞാൻ പോയിരുന്നത്. കാരണം റിവീൽ ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആവശ്യങ്ങൾക്കൊക്കെ ഡൂപ്പിലൊക്കെ കിട്ടിയത് അവസ്ഥയായി പോയി. ഫൈറ്റ് അല്ല കേട്ടോ, വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും എൻ്റെ പേര് നിസാം എന്നാണ്. ഞാൻ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ കോമഡി ഉത്സവത്തിൽ ഒരു 10-14 എപ്പിസോഡ് വന്നിട്ടുണ്ട്. ഒരു 100ഓളം പാട്ടുകാരുടെ ശബ്ദാനുകരിക്കുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. മമ്മൂക്കയുടെ ഒക്കെ സ്പോട്ടപ്പ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാം വൈറലാണ്. ഞങ്ങൾ രണ്ടുപേരും ദുബായിലാണ്. പറഞ്ഞ പോലെ ബുർജ് ഖലീഫയുടെ താഴെ നിന്ന് കണ്ട ബുർജ് ഖലീഫയേക്കാൾ വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ബുക്ക് ഓഫ് സിനിമയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ടോട്ടൽ 10 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ സിനിമയിലുള്ളൂ. അതിൽ 8 പേര് ത്രൂ ഔട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ് ഈ സിനിമയിൽ. ഒരു 1-2 പേജ് മാത്രമേ ഈ സിനിമയിൽ ഡയലോഗ്സ് ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മേക്കിങ്ങിലൂടെയും സൈലന്റ് ആക്ടിങ്ങിലൂടെയൊക്കെയാണ്. പിന്നെ ഒരു ഇന്റർവ്യൂ ശേഷമൊക്കെ ഫൈറ്റ് സീൻസ് ആണ് കൂടുതലുള്ളത്. ഫൈറ്റ് സീൻസ് ഒക്കെ എന്ന് പറയുന്നത് ഞങ്ങളൊന്നും ഒരു ക്ലോസപ്പ് ഷോട്ടിലല്ല ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തിരിക്കുന്നത്, വൈഡ് ഷോട്ടിലാണ്. അപ്പോൾ വൈഡ് ഷോട്ടിലാകുമ്പോൾ തന്നെ അതിൻ്റെ ഫൈറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തില്ലെങ്കിൽ അത് വളരെ ബോറായി നിൽക്കും. കാരണം ക്ലോസ് ഷോട്ടിൽ നമുക്ക് ജസ്റ്റ് കൈതിരിക്കുന്നതും മുഖത്തടിക്കുന്നതൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും. വൈഡ് ഷോട്ടിൽ തന്നെ ഒരു കുറേ സീക്വൻസ് നടക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രാക്ടീസൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഫൈറ്റിനുള്ള വർക്ക്ഷോപ്പൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ച ഞങ്ങൾ ശ്രീജിത്ത് രമണൻ അതുപോലെ ശ്രീജിത്ത് പോയിൽക്കാവ്, ഇത് 2 തിയേറ്റർ മാസ്റ്റേഴ്സാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്ടിങ് വർക്ക്ഷോപ്പും അതുപോലെ ഈ സിനിമയുടെ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ഡേഞ്ചർ മണി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലുള്ള സ്റ്റണ്ട് മാസ്റ്ററാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 വീക്കോളം ഞങ്ങൾ അതിൻ്റെ ഒരു ഫൈറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ്സും എല്ലാം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഓപ്പണായിട്ട് ഇത് എടുക്കാൻ അത്ര ഒരു താല്പര്യത്തിൽ നിന്ന ആളല്ല ഞാൻ. അപ്പോൾ ഇതിൻ്റെ നായകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ പടം ഒന്ന് കണ്ടു നോക്കുക, അത് കണ്ടു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കി സംസാരിക്കാം. അങ്ങനെ ഞാൻ കാര്യങ്ങൾ പടം കണ്ടു നോക്കി. കാര്യം ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഞാൻ തമിഴിൽ ഒരു പടം ചെയ്ത ഡയറക്ടറാണ്, ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ സോണിയ അഗർവാളിനെ വെച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അതിലെടുത്ത എഫർട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ പടം മലയാളത്തിൽ മാത്രം ഇറക്കാൻ വേണ്ടി നിന്ന ഇവരെ കൊണ്ട് ഞാൻ ഇതിൻ്റെ തമിഴും തെലുങ്കും കണ്ടന്റ് റെഡിയാക്കിയത്. കാര്യം പടം എന്താ പറയുക, തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാർക്ക് ഇവരെടുത്തിട്ടുള്ള എഫർട്ട് എന്തായാലും അതിൽ നിന്ന് മനസ്സിലാവും. കാര്യം നോർമലി ഒരു മലയാളം തമിഴ് പടങ്ങളെ വെച്ചിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല, എന്നാലും സെക്കൻഡ് ഹാഫോട്ട് ഒരുപാട് അവരുടേതായിട്ടുള്ള എഫർട്ടിൽ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 14-ാം തീയതി SFC ആർട്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി കേരളം, തമിഴ്നാട്, അതേപോലെ തന്നെ ബാംഗ്ലൂര്, ഹൈദരാബാദ് ഈ 4 സ്ഥലങ്ങളിൽ മറ്റേ റിലീസ് കാര്യങ്ങൾ ചെയ്യുകയാണ്. കാര്യം എന്താ പറയുക, ഒരു ന്യൂ കമേഴ്സ്, അതായത് പുതിയ ആൾക്കാർ വരുന്ന പടം വെളിയിലെത്തിക്കാൻ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട്. പക്ഷെ നമ്മളും ഇതിൽ ഒരുപാട് എഫർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഓഡിയൻസ് എന്താ പറയുക, നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ പറയുക. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ പരമാവധി വന്ന് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള ഒരു സുഹൃത്താണ്, നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തതും ചർച്ച ചെയ്തതും. നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിൻ്റെ കൂടുതൽ 3 ഇരട്ടിയിലൊക്കെ കൂടുതൽ പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കുക എന്നുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയുക, പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻസിഡൻസ് ഉണ്ടായി. ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിന്നൊക്കെ ഒരുപാട് കാശ് വേറെ പ്രൊജക്റ്റിൽ നിന്നൊക്കെ പറഞ്ഞ് വാങ്ങി, അത് നമ്മൾ പോലും അറിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരു സ്വന്തം മനുഷ്യനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സിനിമ സപ്പോർട്ട് ചെയ്ത് നിന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായിപ്പോയി മൊത്തത്തിലെല്ലാം. അപ്പോൾ അത് നമ്മൾ അവരോട് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പടം റിലീസാവുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് തോന്നിയിരുന്ന് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു. പക്ഷെ മുമ്പ് അങ്ങനെ ഒരു പിടുത്തം തരാതെ മാറി മാറി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമയിലുള്ള ഈ പേര് പറഞ്ഞ ലീച്ച് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ സംസാരിച്ച് പടം തുടങ്ങുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം, കണക്ഷൻസ് ഉണ്ട്, ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും. നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മളെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുള്ളതാണ്. പക്ഷേ വർക്കിന്റെ വയസ്സിലൊന്നും അയാളൊരു
മോശമായിട്ടുള്ള ഒരു വർക്കും ചെയ്തിട്ടില്ല. എല്ലാം നല്ല വർക്കിന്റെ കാര്യത്തിൽ ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ സിനിമയുടെ പേര് ലീച്ച് എന്നാണ്, അതായത് അട്ട. രക്തം കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അട്ടയ്ക്ക്. ഈ സിനിമയുടെ കാര്യത്തില് പ്രൊഡ്യൂസറുടെ രക്തം ഡയറക്ടറാണ് കുടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഈ സിനിമയുടെ പേരിട്ടതും ഡയറക്ടർ തന്നെയാണോ? എന്റെ രക്തം കുടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ രക്തം കുടിച്ചിട്ടില്ല. അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ്. പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു. ഒരു അട്ടയായിട്ട് തന്നെ നമ്മുടെ ദേഹത്ത് ഒട്ടി നിന്നിരുന്നു. പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പൈസ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടിട്ടുണ്ട്. എന്നതിലുപരി ഇപ്പൊ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. നിങ്ങളടുത്ത് പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്റെയും നിന്റെയും സ്വപ്നം ഒന്നാണ് സിനിമ. അപ്പൊ ഞങ്ങൾ കൂടെ നിൽക്കാം. എൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ട് വന്നിട്ടുള്ളൂ. നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട്. അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത്. അപ്പോൾ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ്, എന്റെയും സ്വപ്നമാണ്. അപ്പൊ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെന്യുവൻ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ജെന്യുവിനിറ്റി അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്നെ വേദനിപ്പിക്കുന്നതും അതാണ്. എനിക്ക് പൈസയേക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിച്ചു. സ്നേഹിച്ച ഒരു അനുജനെ പോലെ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെ പറ്റി വേറൊരാളോട് കുറ്റം പറയുക. അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടുന്ന് വേറെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ മകളെ ഒക്കെ സിനിമയിലേക്ക് അടുത്ത ചാൻസ് കൊടുക്കാം, പുതിയ പ്രൊജക്ട് ഓപ്പൺ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു. അത് ഭീമമായ പൈസകൾ അദ്ദേഹത്തിന് വാങ്ങിച്ചു കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിന് എവിടെ നമുക്ക് വിളിച്ചിട്ടും ഒരു വരുന്നില്ല. ഇരുന്നിട്ട് അതെങ്ങനെ വീട്ടും നമുക്കറിയാം. അവരുടെ അടുത്ത് സീറോ ആണ് പൈസ. പക്ഷെ നമ്മളടുത്ത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം, ഒരുമിച്ച് പോകാമെന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ അദ്ദേഹം പിടിതരാതെ, ഉള്ളിൽ കുറ്റബോധം മുഴുവൻ നടന്നുകൊണ്ടാവണം, പിടിതരാതെ മൂപ്പര് നടക്കുകയാണ്. അപ്പൊ എല്ലാതും തെളിവുണ്ട്. എന്നാൽ ഇത്രയൊക്കെ പണങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കുറെ പൈസ മേടിക്കുന്നു, നിങ്ങളെ പറ്റിക്കുന്നു. നിങ്ങൾ എന്നിട്ട് തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്? അതല്ലേ പറഞ്ഞത്. ഞങ്ങൾ ഒരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത്. ഇപ്പൊ ഞാനും നിസാമൊക്കെ പണ്ട് മുതൽക്കുള്ള സുഹൃത്തായ പോലെ തന്നെ 4-5 വർഷമായിട്ട് നമ്മൾ സുഹൃത്തുക്കളാണ്. 5 വർഷത്തുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ സിനിമ തന്നെയാണ്. അപ്പൊ എന്റെ സിനിമയിൽ ബഡ്ജറ്റ് കൂടി. അത് അയാൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് കുറച്ചെന്നോട് പറഞ്ഞു, ഇന്ന രീതിയിലൊക്കെ ചെയ്യാം. ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഞാൻ വീട്ടിൽ കുറ്റം പറയുന്നില്ല. ഞങ്ങൾ സംഭവിച്ചു, ആ സിനിമ സംഭവിച്ചു, ബഡ്ജറ്റ് കൂടി. പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട്, അതും അദ്ദേഹവും സ്വന്തം അനുജനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ്. അതാണ് അവിടെ വിഷയം. നമ്മളങ്ങനെ ഒരു ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹം 5 ലക്ഷമായിട്ടും 10 ലക്ഷമായിട്ടൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യാം, ഞാൻ അതിന് അഡ്വാൻസ് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൂടി ഒരുപാട് ബാധ്യതയിലേക്കല്ല അദ്ദേഹം പോയി. പക്ഷെ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മൂപ്പര് നിൽക്കാത്തത് മാത്രമാണ്. നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെ ആൾ പറ്റിക്കപ്പെടേണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നു. നമ്മളെല്ലാവരും ഇതിനു മുമ്പ് പടത്തിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യണം, രണ്ടാമത് റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങണേക്കാട്ടും മുമ്പ് അനൂപേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ മെസ്സേജാണ് ഞാൻ സിദ്ദിഖയ്ക്ക് അയക്കാൻ പോകുന്നത് എന്ന്. ഞാൻ ഉൾപ്പെടെ ഇപ്പൊ സിദ്ദിഖാന്നാ പറയുന്നത്. എന്നെക്കാട്ടും മൂത്ത ആള് വായിൽ വന്ന് അങ്ങനെ വരുള്ളൂ. ആ റെസ്പെക്ട് എല്ലാം അങ്ങനെയുണ്ട്. അയച്ചതാണ് മെസ്സേജ്, നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതും മെസ്സേജ് കണ്ടിട്ടുണ്ട്, പുള്ളിക്ക് റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ ചോദിച്ചില്ല, ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിച്ചില്ല. അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വരാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയത്. പാട്ട് 3 പാട്ടാണുള്ളത്. ഒരു പാട്ട് ഹരിചരം പാടി, ഒരു മെലഡി ട്രാക്ക റഫീഖ് ലിറിക്സ് എഴുതി. പിന്നെ ഒരെണ്ണം വിനായക് ശശികുമാർ എഴുതി. കീർത്തന എന്ന് പറഞ്ഞൊരു സിംഗറാ പാടിയത്. പിന്നെ ഒരെണ്ണം ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഭാഗമായിട്ട് വന്ന ഒരു പാട്ട്, അത് അനൂപേട്ടൻ എഴുതിയത്. തീം സോങ് പോലത്തെ ഒരു പരിപാടി. അത് എല്ലാം 4 കോറസ് പോലത്തെ ഒരു പരിപാടി ചെയ്ത് നമ്മുടെ ഓഡിയോ സീ മ്യൂസിക് എടുത്ത് കുറച്ചായി ഇറങ്ങിയിട്ട്. നമുക്കിപ്പോ എന്തായാലും ഇറക്കണം, കാരണം കുറച്ച് ബിസിനസ് പരിപാടികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചോദിച്ചില്ല ഇത് എങ്ങനെയാ ബിസിനസ്. കാരണം ഇതിലിപ്പോ വലിയൊരു പരിപാടി വരും. അനുപേട്ടന് തിരിച്ചത് റിക്കവർ ചെയ്യും. അനുപേട്ടന് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ വേറൊരു സിനിമയിലൂടെ ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി തമിഴില് വെങ്കട്ട് എന്ന് പറഞ്ഞിട്ട് കമൽ സാറിനൊക്കെ മാനേജർ ആയിട്ടുള്ളവരോട് സംസാരിച്ച് വേറൊരു പുതിയ പ്രോജക്റ്റ് സംസാരത്തിലുണ്ട്. കാരണം അങ്ങനത്തെ ഒരു പടം ചെയ്തുകൊണ്ട് തന്നെ ഇനി അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ.
ഇപ്പൊ പൂർണ്ണ സപ്പോർട്ട് കൂടി ഇപ്പൊ നമുക്കൊക്കെ കുറെ പേർക്ക് ബാധ്യതകളുണ്ട്. ഇപ്പൊ ഞാനും എഡിറ്റർ ആൽവിൻ അവന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ. കാരണം നിന്നിടത്തുനിന്ന് പിന്നെയും അവന്റെ പേര് എടുത്തു പറയണം. കാരണം നിന്നിടത്തുനിന്ന് പിന്നെയും പൊക്കിക്കൊണ്ട് വന്ന് പരിപാടികൾ ചെയ്ത് വന്ന്, കാരണം അറിയാലോ ക്യൂബിലോട്ട് അയക്കണം, അവിടേക്ക് അയക്കണം, ഇവിടേക്ക്. അപ്പൊ അവൻ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ഇപ്പോഴും ബീപ്പിട്ട് പാട്ടിറക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന ആ വ്യക്തി, നടുക്കിയിരിക്കുന്ന ആ വ്യക്തിനെ ഓർത്തോണ്ട് മാത്രമാണ്. അപ്പൊ പുള്ളിക്കാരത് രക്ഷപ്പെടണം. അപ്പൊ ഇപ്പൊ ഈ പടത്തിന് ഇപ്പൊ എത്രത്തോളം ബിസിനസ് വരും അത് നമുക്ക് ഇനി ഡിസ്ട്രിബ്യൂട്ടർ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ കളഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഓരോ വരവ് പോക്കും സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കുകയും റൂം എടുക്കുകയും ചെല്ലുമ്പോൾ ചിലപ്പോൾ പാസിംഗ് ഷോട്ട് ആയിരിക്കാം, ചിലപ്പോൾ ഡയലോഗ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട്. അതിലൊന്നും സങ്കടമില്ല, വിഷമമില്ല. കാരണം നമ്മുടെ ആഗ്രഹം സിനിമ ആയതുകൊണ്ടും അവിടെ നിന്ന് കിട്ടിയ അവഗണനകളൊന്നും മൂന്നാമത്തെ എട്ടിൽ ചോദിച്ചിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൾഫിലുള്ളത്. അപ്പൊ അതൊന്നും നമുക്ക് സങ്കടമേ അല്ല. പക്ഷെ പൈസയൊക്കെ പോയിട്ടും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, നമുക്ക് എവിടെയെങ്കിലും നമ്മൾ എത്തും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരാണ് ബുക്ക് ഓഫ് സിനിമ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല കഥകളും നല്ല സിനിമയും ഉണ്ടാവാൻ നമ്മളെപ്പോഴും ബുക്ക് ഓഫ് സിനിമ പേജ് നമ്പർ 1, 2, 3 ആയിട്ട് പോകും എന്നതൊഴികെ ഞങ്ങൾക്ക് അഭിനയിക്കണമെന്നൊന്നുമില്ല. ആ കൂട്ടത്തിൽ അഭിനയിച്ചു പോകണം എന്നുള്ളതിൽ അവഗണനകളില്ലാതെ അഭിനയിച്ചു പോകണം. നല്ല നല്ല സിനിമകൾ ഉണ്ടാവാൻ അതിൻ്റെ ഭാഗമാവണം എന്നതുപരി ഈ SM എന്ന് പറഞ്ഞ ആളെ ഉദ്ദേശിച്ച് മാത്രമല്ല ബുക്ക് ഓഫ് സിനിമ ജനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതാണ്.